അൻവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ചിത്രം വൈറലാവുകയാണ്. എന്തോ കാര്യമായ ചർച്ച എന്ന തലക്കെട്ടോടുകൂടി മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ചർച്ചയുടെ ഫോട്ടോ പങ്കുവെച്ചതോടുകൂടി അത് ലോക മലയാളികൾ കണ്ടു. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിൽ സംസാരിക്കുന്ന ഫോട്ടോ പങ്കുവെച്ചതിന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ അംഗമായ ഒരു നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത ദിവസമാണ് PV അൻവർ അതിദാരുണമായ CPM-നെ തന്റെ പോസ്റ്റ് കൊണ്ട് ആക്രമിച്ചത്. കേരളത്തിലെ കുറെ CPM നേതാക്കൾ ഈ പോറ്റിയുമായി രഹസ്യബന്ധം പുലർത്തുമ്പോൾ ചില ബന്ധങ്ങൾ ഒരു സുരക്ഷയ്ക്കായിട്ട് പോറ്റി തന്നെ പുറത്തു വിടുന്നു. കോൺഗ്രസുകാരുമായിട്ട് പോറ്റിക്ക് അങ്ങനെ ബന്ധമൊന്നുമില്ല. സോണിയാഗാന്ധിയുടെ അടുത്തു നിൽക്കുന്ന ഒരു ചിത്രം വെച്ച് ആഘോഷിച്ചത് നമ്മൾ കണ്ടു. അത് 2012-ലേതായിരുന്നു. അതായത് പോറ്റി നല്ല സ്ഥാനങ്ങളിൽ ഇരുന്ന് ദേവന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഉള്ള ഫോട്ടോ. പിന്നീട് കടകംപള്ളി പത്മകുമാറും N വാസുവും വന്നിട്ടാണ് പോറ്റിയെ ബിസിനസിന്റെ ഇടനിലക്കാരനായിട്ട് നിൽക്കാൻ പഠിപ്പിച്ചത്. അന്നു മുതലാണ് ശബരിമലയിലടക്കം സ്വർണങ്ങൾ ഉണ്ടെങ്കിൽ അത് കടത്താനുള്ള പ്രധാന കണ്ണിയായിട്ട് പോറ്റിയെ മാറ്റിയത്. പിന്നീട് അദ്ദേഹത്തിന് താന്ത്രിക ജോലികൾ ഉപേക്ഷിച്ച് തട്ടിപ്പ് സംഘത്തിന് പ്രധാന കണ്ണിയായി മാറേണ്ടി വന്നു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇന്നുള്ളത്. അയാളാണ് CPM നേതാക്കളുടെ ചങ്ങാതി. ഇത്രയും പറഞ്ഞത് അങ്ങനെയുള്ള ഒരാളുടെ കൂടെ എത്രയോ സല്ലപിച്ചു നിന്ന ഫോട്ടോയും എടുത്ത് പിന്നീട് ചിത്രം കാണിച്ചാൽ കേസ് കൊടുക്കുന്നത് ഒരു തരം തരംതാഴ്ന്ന ഏർപ്പാട് തന്നെയാണ്. എന്നാൽ തനിക്കെതിരെ ഒരു കേസ് വീഴുവോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയായിരുന്നു PV അൻവർ. തനിക്കെതിരെ എങ്ങാനും കേസല്ല, ഒരു വാക്കുകൊണ്ട് പോലും ഒരു വർത്തമാനമെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിലും PV അൻവർ ആഞ്ഞടിക്കാൻ ഒരുങ്ങി തന്നെ വന്നതാണ്. അതാണ് ഏറ്റവും ആധികാരികമായ ചിത്രം തന്നെ പങ്കുവച്ചത്. സ്വർണ്ണപ്പാളി മോഷണ കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായി വളരെ വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഫോട്ടോകളാണ് PV അൻവർ പുറത്തുവിട്ടത്. അങ്ങനെ വരുമ്പോൾ ഈ കേസ് എടുക്കുന്നവരെ ഒന്ന് കാണാൻ തന്നെയാണ് PV അൻവറിന്റെ തീരുമാനം. അതായത് UDF മുന്നണിയിൽ എത്തി ഒന്ന് പരസ്യമായി തന്നെ കൊമ്പ് കോർക്കാൻ വേണ്ടി അറിയിച്ചതാണ് PV അൻവർ. പക്ഷെ ഒരു പിണറായി ശിങ്കടികളും അൻവറിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ കഴിയാതെ ഒലിച്ചുപോയി. കാരണം രാവിലെ കേസെടുത്ത മുഖ്യനോ മുഖ്യന്റെ ആഭ്യന്തര വകുപ്പോ പോലീസ് സംഘങ്ങളോ ആ വഴിക്ക് ഇപ്പോൾ വന്നിട്ടേയില്ല.